പഠിച്ചിട്ടും മറന്നു പോകുന്നവർക്ക് വേണ്ടി മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള 3 ടെക്നിക്സ്. ഫസ്റ്റ് വൺ, സ്പേസ്ഡ് റെപ്പിറ്റേഷൻ. അതായത് ഓൾറെഡി പഠിച്ച ഇൻഫോർമേഷൻസ് നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒരു നിശ്ചിത ഇടവേള എടുത്തിട്ട് വീണ്ടും പഠിക്കുന്നതിനാണ് നമ്മൾ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ന്യൂമോണിക്സ് വെച്ച് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിബ്ജിയോർ എന്നുള്ളൊരു വാക്ക്. ആ ഒരു വാക്കിൽ നമുക്കറിയാം റെയിൻബോസിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ട്, എന്ത് ഓർഡറിലാണുള്ളത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സോ റൈംസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻറ്റൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ട്രിക്കായിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ ന്യൂമോണിക്സ് വെച്ചിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. ഇത് മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതുപോലെ മൂന്നാമത്തെ ടെക്നിക്കാണ് വിഷ്വൽ മെമ്മറി ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മൾ കണ്ട് പഠിക്കുന്ന സമയത്ത്. അതായത് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇമേജസോ ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ ഗ്രാഫൊക്കെ വെച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മെമ്മറി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഈ 3 മെത്തേഡ്സ് ഒന്ന് ശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറി നല്ലപോലെ ബെറ്റർ ആവുന്നത് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. താങ്ക്